ഹലോ, ഐ എം റോബിൻ. നമ്മൾ ഇന്ന് പോകുന്നത് ലേൺ ഇംഗ്ലീഷ് വേർഡ്സിന്റെ 32ാം ഭാഗത്തിലേക്കാണ്. മുൻപുള്ള ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ലേൺ ഇംഗ്ലീഷ് വേർഡ്സ് പ്ലേലിസ്റ്റ് ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ലേൺ ഇംഗ്ലീഷ് വേർഡ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് വേർഡ്സിന്റെ മലയാളം മീനിങ് മാത്രമല്ല, ആ വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസ് യൂസേജസ് ആണ്, റിയൽ ലൈഫ് സെന്റൻസ് യൂസേജസ് ആണ്. നിങ്ങൾ പലർക്കും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ വേർഡ്സ് നിങ്ങൾക്ക് അറിയാം, പക്ഷേ റൈറ്റ് ടൈമിൽ റൈറ്റ് വേർഡ്സ് നിങ്ങൾക്ക് കിട്ടാറില്ല. ഒന്ന് ആലോചിക്കേണ്ടി വരും, കുറച്ച് സമയം എടുത്തേക്കാം. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാനാണ് നമ്മൾ സെന്റൻസ് യൂസേജസ് പഠിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതിനു വേണ്ടി ഒരു നോട്ട്ബുക്ക് മാറ്റി വെച്ചാൽ നല്ലതാണ്. വേർഡ്സിൻ്റെയും അതിൻ്റെ മീനിങ്ങും അതുപോലെ തന്നെ സെന്റൻസ് യൂസേജസ് നോട്ട് ഡൗൺ ചെയ്യുക. പറ്റാവുന്നത്ര സെന്റൻസ് നിങ്ങൾ എഴുതുക. അതുപോലെ ഇന്നത്തെ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇന്ന് പഠിച്ച വേർഡ്സ്, അതിൻ്റെ മീനിങ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് പഠിച്ച സെൻറ്റൻസ് യൂസേജസ് ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്യുക. അത് ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും അത് ഇൻസ്പയറിംഗ് ആയിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന വാക്കാണ് കൺസ്പയർ. കൺസ്പയർ, CONSPIRE. അതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. കൺസ്പയർ, കൺസ്പയർ, കൺസ്പയർ. ഇതൊരു വെർബാണ്. എന്താണ് അർത്ഥം വരുന്നത്? ഗൂഢാലോചന നടത്തുക, ഗൂഢാലോചന നടത്തുക. കൺസ്പയർ, ഗൂഢാലോചന നടത്തുക. നിങ്ങൾക്ക് ഉച്ചാരണം, നിങ്ങൾക്കത് എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസ്പയർ എന്നുള്ള ഉച്ചാരണം നിങ്ങൾ മലയാളത്തിൽ ഇതിൻ്റെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് മലയാളത്തിൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിലേറ്റഡ് വേർഡ്സിലേക്ക് പോകാം. കൺസ്പിറസി, കൺസ്പിറസി, CONSPIRACY. എങ്ങനെയാണ് ഉച്ചരിക്കുക? കൺസ്പിറസി, കൺസ്പിറസി, ഗൂഢാലോചന. അപ്പോൾ ഗൂഢാലോചന എന്ന മലയാളം വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡ് വരുന്നത് കൺസ്പിറസി എന്നാണ്. അടുത്തെന്താണ്? കൺസ്പിറേറ്റർ. കൺസ്പിറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഗൂഢാലോചന നടത്തുന്ന ആൾ. അപ്പോൾ നമുക്ക് ഈ വാക്ക് വെച്ചുള്ള സെന്റൻസ് യൂസേജസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ദർ വാസ് എ കൺസ്പിറസി ഫോർ ദി ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ടു ഓവർത്രോ ദ ഗവൺമെന്റ്. അതായത് ഒരു ഗവൺമെന്റ് ഭരിക്കുന്നുണ്ട്, റൂളിംഗ് പാർട്ടിയുണ്ട്. ആ ഒരു റൂളിംഗ് പാർട്ടിയെ ഓവർത്രോ ചെയ്യാൻ, അവരെ ഭരണത്തിൽ നിന്ന് നീക്കാൻ വേണ്ടി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒരു കൺസ്പിറസി നടത്തുന്നുണ്ട്, ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. കൺസ്പിറസി ഈ വാക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്, ഗൂഢാലോചന. Next one, they have been charged with conspiracy to bank robbery. They have been charged with conspiracy to bank robbery. അതായത് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവർക്കെതിരെ ചാർജ് എന്താ ചെയ്തേക്കുന്നത്? അവർ ബാങ്ക് കൊള്ളയടിക്കാൻ ഒരു ഗൂഢാലോചന അവർ നടത്തിയെന്നാണ് പറയുന്നത്. സോ they have been charged with a conspiracy to bank robbery. I think they are conspiring to deceive their customers. I think they are conspiring to deceive their customers. ഫിനാൻസ് സ്ഥാപനമാണ് അവർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ അതിൻ്റെ മെയിനായിട്ടുള്ള ബോർഡ് മെമ്പേഴ്സ്, അതിനുള്ള കമ്പനിയുടെ ആൾക്കാർ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണ്? അവരുടെ ഇൻവെസ്റ്റേഴ്സിനെ ചതിക്കാൻ വേണ്ടി, ഇൻവെസ്റ്റേഴ്സിന് പൈസയായിട്ട് മുങ്ങാനോ അതുമായിട്ട് രക്ഷപ്പെടാനോ അവരെ പറ്റിക്കാനോ വേണ്ടി. ഡിസീവ് പറഞ്ഞാൽ എന്താ? ഡിസീവ് എന്ന് പറഞ്ഞാൽ ചതിക്കുക അല്ലെങ്കിൽ വഞ്ചിക്കുക, ചീറ്റ് എന്ന അർത്ഥമാണ് വരുന്നത്. ആ ഒരു വാക്ക് നമ്മൾ നേരത്തെ മുൻപുള്ള ഭാഗങ്ങളിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു. അതിൻ്റെ അർത്ഥം പറഞ്ഞു, അതിൻ്റെ സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പോൾ ഡിസീവ് മീൻസ് വഞ്ചിക്കുക. ഐ തിങ്ക് ദേ ആർ കൺസ്പയറിംഗ് ടു ഡിസീവ് ദ കസ്റ്റമേഴ്സ്. അവർ അവരുടെ കസ്റ്റമേഴ്സിനെ ചതിക്കാൻ വേണ്ടി, ഒരു പറ്റിക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ദേ ഡിനൈഡ് ദാറ്റ് ദേ ഹാവ് കൺസ്പയർഡ് ടു ഡിസീവ് ദ കസ്റ്റമേഴ്സ്. ദേ ഡിനൈഡ് ദാറ്റ് ദേ ഹാവ് കൺസ്പയർഡ് ടു ഡിസീവ് ദ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ അവരുടെ കസ്റ്റമേഴ്സിനെ ചതിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്നുള്ള കാര്യം അവർ നിരാകരിച്ചു. അവരാ കാര്യം ചെയ്തില്ല, അവരത് സമ്മതിച്ചെന്നില്ല, അവരത് നിരസിച്ചു. ആ ഒരു കാര്യം ദേ ഡിനൈഡ്, അവർ നിരസിച്ചു, അല്ലെങ്കിൽ അവർ ആ ഒരു കാര്യം ചെയ്തില്ലെന്നാണ് പറയുന്നത്. സോ ദേ ഡിനൈഡ് that they have conspired to deceive the customers. I know that they have been conspiring against me for a long time. എനിക്കറിയാം അവർ എനിക്കെതിരെ കുറേ നാളായിട്ട് ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന്. എനിക്കറിയാം അവർ എനിക്കെതിരെ കുറേ നാളായി ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന്. അപ്പോൾ കൺസ്പയർ എന്ന വാക്കിൻ്റെ ING ഫോമാണ് വരുന്നത്. പ്രസന്റ് പാർട്ടിസിപ്പിളാണ് കൺസ്പയറിങ്. ഐ നോ ദേ ഹാവ് ബീൻ കൺസ്പയറിങ് അഗെയിൻസ്റ്റ് മീ ഫോർ എ ലോങ് ടൈം. അപ്പോൾ ഇവിടെ ദേ ഹാവ് ബീൻ കൺസ്പയറിംഗ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഏത് ടെൻസിൻ്റെ യൂസേജ് ആണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇത് ഓൾറെഡി നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പഠിച്ചതാണ്. അതായത് ദേ ഹാവ് ബീൻ പ്ലസ് ING ഫോം വെച്ച് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത് അവർ കുറേ നാളായി അല്ലെങ്കിൽ കുറേ നേരമായി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർ നേരത്തെ ചെയ്തു തുടങ്ങിയ കാര്യമാണ്, അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ദേ ഹാവ് ബീൻ കൺസ്പയറിംഗ് അഗെയിൻസ്റ്റ് മീ ഫോർ എ ലോങ് ടൈം. അതായത് അവരെനിക്ക് എതിരെ ഗൂഢാലോചന നടത്തുന്ന തുടങ്ങിയത് കുറച്ചാൾ മുമ്പാണ്. പാസ്റ്റ് തുടങ്ങിയ ആക്ഷനാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാസ്റ്റ് തുടങ്ങിയ ഒരു ആക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. നിങ്ങൾ നേരത്തെ ചെയ്തു തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത് ദേ ഹാവ് ബീൻ. ഐ നോ ദാറ്റ് ദേ ഹാവ് ബീൻ കൺസ്പയറിംഗ് അഗെയിൻസ്റ്റ് മീ ഫോർ എ ലോങ് ടൈം. ദ സോൾജേഴ്സ് വർ അക്യൂസ്ഡ് ഓഫ് കോൺസ്പിറസി ടു മർഡർ ദ കിങ്. The soldiers were accused of conspiracy to murder the king. രാജാവിനെ വധിക്കാൻ, രാജാവിനെ കൊല്ലാൻ സോൾജേഴ്സ് പട്ടാളക്കാർ ഗൂഢാലോചന നടത്തിയെന്നുള്ള ആരോപണമാണ് വന്നേക്കുന്നത്. അപ്പോൾ അക്യൂസ് പറഞ്ഞ എന്താ? കുറ്റം ആരോപിക്കുക.
അവരെ ഈ പറഞ്ഞ ആരോപിക്കുക, കുറ്റം ആരോപിക്കുക എന്ന അർത്ഥമാണ് അക്യൂസ്. ഈ വാക്ക് നമ്മൾ നേരത്തെ ലേൺ ഇംഗ്ലീഷ് വേർഡ്സിൽ പഠിച്ചിട്ടുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ദ സോൾജേഴ്സ് വർ അക്യൂസ്ഡ് ഓഫ് കോൺസ്പിറസി ടു മർഡർ ദ കിങ്. അപ്പോൾ സോൾജേഴ്സ് പട്ടാളക്കാരെ എന്താണ് കുറ്റം ആരോപിക്കപ്പെട്ടേക്കുന്നത്, എന്താണ് അവരെ ആരോപിച്ചേക്കുന്ന കുറ്റം? അതായത് അവർ ഗൂഢാലോചന നടത്തി രാജാവിനെ വധിക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി. There was no evidence to link him to the conspiracy of bank robbery. There was no evidence to link him to the conspiracy of bank robbery. ശ്രദ്ധിക്കാം, അതായത് ഒരു ബാങ്ക് കൊള്ള അടിക്കാൻ ഒരു ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊരാളെ സംശയിക്കപ്പെടുന്നുണ്ട്. ബട്ട് അയാളെ ആ ബാങ്ക് റോബറി നടത്തിയ ഒരു അതായത് ബാങ്ക് റോബറി നടത്താൻ, ബാങ്ക് കൊള്ളയടിക്കാൻ ഗൂഢാലോചന നടത്തി എന്ന കാര്യം പറയുന്നതായിട്ട് അവനെ അതുമായിട്ട് ലിങ്ക് ചെയ്യാൻ ഒരു തെളിവുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യത്തെ വാക്ക് പഠിച്ചു കഴിഞ്ഞു, ഒരു സെൻറ്റൻസ് യൂസേജസും പഠിച്ചു കഴിഞ്ഞു. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇന്നത്തെ ഈ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ട്രെയിനിങ് സെഷൻ വളരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വളരെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനലിലെ ട്രെയിനിങ് സെഷൻസ് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നെയും ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താങ്ക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്നെയും ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ വാക്കാണ് കൺഫൈഡ്. CONFIDE, കൺഫൈഡ്. CONFIDE, കൺഫൈഡ്. ശ്രദ്ധിക്കുക, കോൺഫൈഡ് എന്നല്ല, കൺഫൈഡ്. ഉച്ചാരണം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇത് നോട്ട് ഡൗൺ ചെയ്യുക. ശ്രദ്ധിക്കുക, ഇതൊരു വേർബാണ്, അതേപോലെ ഇതൊരു ആഡ്ജക്റ്റീവാണ്, വിശേഷണമാണ്. ഓക്കെ, ഇതൊരു നൗണാണ്. ശ്രദ്ധിക്കുക, കൺഫൈഡ്, CONFIDE, കൺഫൈഡ്. നിങ്ങൾക്ക് ഉച്ചാരണം തെറ്റുന്നുണ്ടെങ്കിൽ, കോൺഫൈഡ് എന്നാണ് നിങ്ങൾ വായിച്ചതെങ്കിൽ കൺഫൈഡ് എന്നാണ് ആ മലയാളത്തിൽ ആ ഉച്ചാരണം നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. കൺഫൈഡ് വെർബാണ്. ഇതിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ്? വിശ്വസിക്കുക, ഒരാളെ വിശ്വസിക്കുക, വിശ്വസിച്ച് ഏൽപ്പിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കുക, വിശ്വസിച്ച് രഹസ്യങ്ങൾ പറയുക. അപ്പോൾ നമ്മുടെ രഹസ്യമായിട്ട് കാര്യങ്ങളൊക്കെ ഒരാളോട് വിശ്വസിച്ച് അയാളോട് പറയില്ല എന്നുള്ള വിശ്വാസത്തിൽ അയാളോട് പറയുക. അപ്പോൾ കൺഫൈഡ് എന്നതിൻ്റെ അർത്ഥങ്ങൾ വിശ്വസിക്കുക, വിശ്വസിച്ച് ഏൽപ്പിക്കുക, വിശ്വസിച്ച് രഹസ്യങ്ങൾ പറയുക. കൺഫൈഡ്. റിലേറ്റഡ് വേർഡ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് കോൺഫിഡൻഷ്യൽ. ഇത് വരുന്നത് എങ്ങനെയാണ്? കോൺഫിഡൻഷ്യൽ. കോൺഫിഡൻഷ്യൽ വിശേഷണമാണ്. വളരെ രഹസ്യമായ കാര്യങ്ങളെ നമ്മൾക്ക് കോൺഫിഡൻഷ്യൽ മാറ്റേഴ്സ് എന്ന് പറയാം, അല്ലേ? വളരെ രഹസ്യമായത് കോൺഫിഡൻഷ്യൽ, വളരെ രഹസ്യമായ കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ മാറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഉച്ചാരണം കൺഫൈഡ് എന്നാണ്, ഇവിടെ കോൺഫിഡൻഷ്യൽ എന്നാണ് വരുന്നത്. അഡ്ജക്റ്റീവാണ്, വിശേഷണമാണ്. അതായത് വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് കോൺഫിഡൻഷ്യൽ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. അടുത്ത വാക്കാണ് കോൺഫിഡൻഷ്യാലിറ്റി. ഇതൊരു നൗണാണ്. കോൺഫിഡൻഷ്യാലിറ്റി അതായത് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു വിശ്വാസ്യത കീപ്പ് ചെയ്യുക. ഒരാളൊരു രഹസ്യങ്ങൾ പറഞ്ഞു, യു ഷുഡ് മെയിൻറ്റെയിൻ ദ കോൺഫിഡൻഷ്യാലിറ്റി. എന്ന് പറഞ്ഞാൽ എന്താ? ആ രഹസ്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ അതായത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്, വളരെ രഹസ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ റിയൽ ലൈഫ് യൂസേജസിലേക്ക് കടക്കാം. സെൻറ്റൻസ് യൂസേജസ് പഠിക്കാം. നിങ്ങൾ നോട്ട്ബുക്ക് ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നോട്ട്സ് എഴുതിക്കൊണ്ട് മുന്നോട്ട് പോവാം. I don't think I can confide in anyone. ആരെയും വിശ്വസിക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഒരാളെ വിശ്വസിച്ചൊരു കാര്യം പറയുക, എന്തെങ്കിലും ഏൽപ്പിക്കുക. അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്കതിൽ താല്പര്യമില്ല, കാരണം എനിക്ക് തോന്നുന്നില്ല. I don't think I can confide in anyone. She confides in him whenever she faces a problem. അതായത് അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴൊക്കെ അവൾ എന്ത് ചെയ്യും? അവനോട് പോയി പറയും. ഓക്കെ, അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനോട് പോയി സംസാരിക്കുക, അവനോട് പോയി കാര്യങ്ങൾ പറയും. അതായത് മനസ്സിലുള്ള കാര്യങ്ങൾ, രഹസ്യങ്ങളോ മറ്റെന്ത് കാര്യങ്ങളായാലും അത് തുറന്നു പറയുക, അയാളെ വിശ്വസിച്ച് അയാളോട് പറയുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഷീ കൺഫൈഡ്സ് ഇൻ ഹിം whenever she faces a problem. whenever എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? എപ്പോഴൊക്കെയോ അപ്പോഴൊക്കെ. അതായത് wheneverന്റെ ശരിക്കും അർത്ഥം എന്താ വരുന്നത്? എപ്പോഴൊക്കെയോ അപ്പോഴൊക്കെ, അല്ലെങ്കിൽ ഏത് സമയത്തൊക്കെയോ ആ സമയത്തൊക്കെ. ഇപ്പം ഇവിടെ ശരിക്കും അർത്ഥം എന്താ വരുന്നത്? ഷീ കൺഫൈഡ്സ് ഇൻ ഹിം whenever she faces a problem. അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എപ്പോഴൊക്കെയാണോ അപ്പോഴൊക്കെ അവന് വിശ്വാസത്തിൽ എടുക്കാറുണ്ട്. അവൾ അവനോട് ചെന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുണ്ട്. ഡു യു ഹാവ് എനിവൺ ദാറ്റ് യു ക്യാൻ കൺഫൈഡ് ഇൻ? നിങ്ങൾക്ക് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ നിങ്ങൾക്കുണ്ടോ? ഡു യു ഹാവ് എനിവൺ? ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഡു യു ഹാവ് എനിവൺ ദാറ്റ് യു ക്യാൻ കൺഫൈഡ് ഇൻ? നിങ്ങൾക്ക് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്നത്, വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വിശ്വസിച്ചൊരു കാര്യം പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡു യു ഹാവ് എനിവൺ ദാറ്റ് യു ക്യാൻ കൺഫൈഡ് ഇൻ?
ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകൾ, സിമ്പിളായിട്ടുള്ള വാക്കുകൾ പഠിക്കാൻ എളുപ്പമായിരിക്കാം. കുറച്ച് ഹയർ ലെവൽ വൊക്കാബുലറി, അഡ്വാൻസ് വൊക്കാബുലറി പഠിക്കണമെങ്കിൽ ഈ ഒരു രീതി തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരിക്കലും വാക്കുകളുടെ അർത്ഥം കാണാൻ പഠിക്കാൻ പോകരുത്, നിങ്ങളത് ഓർത്തിരിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളൊരു ആക്റ്റീവ് ലേണർ ആണെങ്കിൽ, പാഷനറ്റ് ലേണർ ആണെങ്കിൽ എൻ്റെ ഒപ്പം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ നോട്ട്സ് എഴുതി മുന്നോട്ട് പോകുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് ചോദിക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാര്യം, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ പഠിക്കുന്ന സെൻറ്റൻസ് യൂസേജസ് 1 or 2 എണ്ണമെങ്കിലും നിങ്ങൾ കമൻറ്റ്സിൽ മെൻഷൻ ചെയ്യുവാണെങ്കിൽ അത് ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു കമൻറ്റ് ഇട്ടു, അത് അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും പ്രോബ്ലം ഒന്നും ഇല്ല. നമ്മൾ പഠിച്ച സെൻറ്റൻസ് യൂസേജ് നിങ്ങൾ അത് നോക്കി എഴുതിയാലും പ്രോബ്ലം ഇല്ല. അത് എഴുതി കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ ഒരു കമൻറ്റ് കൊണ്ട് തന്നെ 10 പേർക്കെങ്കിലും അത് ചിലപ്പോൾ ഗുണം ഉണ്ടാവും. 10 പേരെങ്കിലും അത് ഇൻസ്പയർഡ് ആവും. അവർക്കും അത് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കും. നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത വാക്കാണ് കൺസ്പീക്യുവസ്. കോൺസ്പീക്യുവസ് എന്നല്ല, കൺസ്പീക്യുവസ്. ഉച്ചാരണം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ ആ കൺസ്പീക്യുവസ് എന്ന് എഴുതി വെക്കുക. കൺസ്പീക്യുവസ് ഇതൊരു അഡ്ജക്റ്റീവാണ്, വിശേഷണമാണ്. വളരെ വ്യക്തമായ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി പറയാൻ കൺസ്പീക്യുവസ് എന്ന വാക്ക് യൂസ് ചെയ്യാം. സ്പഷ്ടമായ അല്ലെങ്കിൽ എളുപ്പം കാണാവുന്ന, ഓക്കെ, വളരെ വ്യക്തമായ, സ്പഷ്ടമായ അല്ലെങ്കിൽ എളുപ്പം കാണാവുന്ന ഒരു കാര്യത്തിന് അങ്ങനെ ഒരു വിശേഷണം കൊടുക്കാൻ വേണ്ടി, ഒരു കാര്യത്തിന് വിശേഷണം കൊടുക്കാൻ വേണ്ടി, അല്ല ഒരാൾക്ക് വിശേഷണം കൊടുക്കാൻ വേണ്ടി, ഒരു സ്ഥലത്തിന് വിശേഷണം കൊടുക്കാൻ വേണ്ടി കൺസ്പീക്യുവസ് എന്ന വാക്ക് ഉപയോഗിക്കാം. CONSPICUOUS, കൺസ്പീക്യുവസ്. അഡ്ജക്റ്റീവാണ്, അതൊരു വിശേഷണമാണ്. റിലേറ്റഡ് വേർഡ്സ് ആണ്. കൺസ്പീക്യുവസ്ലി ഒരു ആഡ്വേർബ് ആണ്. പ്രത്യക്ഷമായി എന്ന അർത്ഥമാണ്. ഓക്കെ, കൺസ്പീക്യുവസ്ലി എന്ന അർത്ഥമാണ്, പ്രത്യക്ഷമായി. അടുത്ത വാക്കാണ് കൺസ്പീക്യുവസ്നെസ്. കുറച്ച് വലിയ വാക്കാണ്. കൺസ്പീക്യുവസ്നെസ് നൗണാണ്. വ്യക്തത എന്നാണ് അർത്ഥം. കൺസ്പീക്യുവസ്നെസ്, വ്യക്തത. The municipal authorities asked the shop owner to display the license number in a conspicuous manner. കൺസ്പീക്യുവസ് മാനർ എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തമായ രീതിയിൽ. അതായത് മുനിസിപ്പൽ അതോറിറ്റീസ് ഒരു കടയിൽ വന്നു, അവിടെ നോക്കിയപ്പം ആ കടയ്ക്ക് ലൈസൻസ് ഉണ്ട്, വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ഒക്കെ ഉണ്ട്, എല്ലാം പുതുക്കിയിട്ടുണ്ട്. പക്ഷേ ലൈസൻസ് നമ്പർ പുറത്ത് അവർ കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടില്ല, കാണാവുന്ന ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. അപ്പോൾ അവരെന്താ പറഞ്ഞത്? ഈ നിങ്ങളുടെ ലൈസൻസ് നമ്പർ നിങ്ങളുടെ ഷോപ്പിന് പുറത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ വ്യക്തമായി അല്ലെങ്കിൽ എല്ലാവർക്കും എളുപ്പം കാണാവുന്ന രീതിയിൽ നിങ്ങളത് ഡിസ്പ്ലേ ചെയ്യണം. The municipal authorities asked the shop owner to display the license number in a conspicuous manner. വ്യക്തമായ രീതിയിൽ, conspicuous manner. The advertisement with a red background was conspicuous even from a distance. അതായത് ഇത് ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്, അതിന് റെഡ് ബാക്ക്ഗ്രൗണ്ട് ആണ്. നമുക്കറിയാമല്ലോ, റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ലെറ്റേഴ്സ് ഒക്കെ എഴുതി വളരെ വിസിബിൾ ആയിരിക്കും വളരെ ദൂരെ നിന്നും. അതാണ് പറയുന്നത്, ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്, അത് വളരെ വലിയൊരു ഫ്ലെക്സ് ആണ്, അതിൽ റെഡ് ബാക്ക്ഗ്രൗണ്ട് ആണ് കൊടുത്തേക്കുന്നത്. അത് വളരെ ദൂരത്ത് നിന്ന് പോലും വളരെ വ്യക്തമായി കാണാവുന്നതാണ്. ഇറ്റ് വാസ് കൺസ്പീക്യുവസ്, വളരെ വ്യക്തമാണ്, അല്ല എളുപ്പത്തിൽ കാണാവുന്നതാണ്. It is conspicuous to everyone that he stole Jenny's purse. It is conspicuous to everyone that he stole Jenny's purse. അപ്പോൾ ജെന്നിയുടെ പേഴ്സ് അവനാണ് മോഷ്ടിച്ചതെന്ന്. സ്റ്റീൽ, STAL, സ്റ്റീൽ പാസ്റ്റൻസ് ആണ്. സ്റ്റീൽ മോഷ്ടിക്കുക, സ്റ്റോൾ മോഷ്ടിച്ചു, കളവ് ചെയ്തു. ഓക്കെ, അപ്പോൾ അവനാണ് ജെന്നിയുടെ പേഴ്സ് മോഷ്ടിച്ചതെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമാണ്. ഇറ്റ് ഈസ് കൺസ്പീക്യുവസ്. ഇന്ന് നമ്മൾ 3 വേർഡ്സ് പഠിച്ചു, അതിൻ്റെ മീനിങ്സ് പഠിച്ചു, മൾട്ടിപ്പിൾ സെൻറ്റൻസ് യൂസേജസ് പഠിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളൊരു ആക്റ്റീവ് ലേണർ ആണെങ്കിൽ, പാഷനേറ്റ് ലേണർ ആണെങ്കിൽ നോട്ട്സ് കീപ്പ് ചെയ്ത് പോവുക. അതുപോലെ ഇന്ന് പഠിച്ച യൂസേജസ് അറ്റ്ലീസ്റ്റ് ഒരു സെൻറ്റൻസ് എങ്കിലും അല്ലെങ്കിൽ 2-3 സെൻറ്റൻസ് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സിൽ അത് മെൻഷൻ ചെയ്യുക, കമൻറ്റ്സിൽ എഴുതുക. അത് വീഡിയോ കാണുന്ന പല വ്യൂവേഴ്സിനും വളരെ ഹെൽപ്ഫുള്ളും ആയിരിക്കും, വളരെ ഇൻസ്പയറിംഗും ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നത് എനിക്ക് വളരെ സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, അതെനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും, ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, എന്ത് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചോദിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഈ ടോപ്പിക്കിനെ ബന്ധപ്പെട്ട ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം. ഇനിയിപ്പോൾ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ എൻ്റെ സമയം അനുസരിച്ച് ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ചാനലിൽ ഒരുപാട് പ്ലേലിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ ചാനലിലെ എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സും ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ട്, അത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആവും തോന്നുമെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ വിൽ ബി ബാക്ക് വിത്ത് ദ നെക്സ്റ്റ് ട്രെയിനിങ് സെഷൻ സൂൺ. ബൈ.